തട്ടിയാൽ തന്നെ പൊടിയും മാറാലയും എല്ലാം കൂടെ അത് താഴത്തോട്ട് വീണോളൂ കേട്ടോ. കൂടെ തന്നെ നമുക്കിതിൻ്റെ സൈഡ് വശമൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി കൊടുക്കാം. ഞാൻ ഇതേക്ക് ഏകദേശം എപ്പോഴെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. നമ്മൾ കമ്പിയൊന്നും തുടക്കാറില്ല എന്നേലും. പിന്നെ ഇതേ കുറച്ച് പാത്രങ്ങളുണ്ട്, ഇതൊക്കെ ഒന്ന് കഴുകി വെച്ചാലേ എനിക്ക് ഇനി ഈ കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നമ്മളില്ലേ ആഴ്ചക്ക് ഒരു ദിവസമെങ്കിലും ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഞാനടക്കമുള്ള മിക്ക സ്ത്രീജനങ്ങളും മാസത്തിലൊരു തവണയായിരിക്കും ഈ ഒരു ഡീപ്പ് ക്ലീൻ ചെയ്യാം. ആഴ്ച ഒരു ദിവസം ചെയ്യുന്ന ആൾക്കാരുണ്ടാവും കേട്ടോ, അങ്ങനെയല്ല. എന്നാലും ഇച്ചിരി മടിയിലൂടത്തിലൊക്കെയാണെങ്കിൽ ഈ ആഴ്ചക്ക് ഒരു ദിവസം ചെയ്യുന്നൊന്നും നടക്കില്ലെന്നേ. എന്തായാലും ഇനി കൗണ്ടർ ടോപ്പും കൂടെ ക്ലീൻ ചെയ്ത് നമ്മൾ ഗ്യാസ് സ്റ്റവ് ഒക്കെ ഒന്നും തുടച്ച് വൃത്തിയാക്കി എടുക്കണം. ഗ്യാസ് സ്റ്റവ് ഒക്കെ മിക്കവാറും ചെയ്യുന്നതാണ്. പിന്നെ അതിൻ്റെ നമ്മുടെ ഈ ബർണറൊക്കെ ഇല്ലേ, മുന്നേ ഞാൻ ബർണറൊക്കെ ഇതുപോലെ നമ്മുടെ ബേക്കിംഗ് സോഡയും വിനാഗിരിയൊക്കെ ഇട്ട വെള്ളത്തിലൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ അന്നേരം നമ്മുടെ ബർണർ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയി പോകുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്യുന്നില്ല. ഇപ്പം പുതിയ ഗ്യാസാണ്, വെറുതെ എന്തിനാണ് വേണ്ടാത്ത പണിക്ക് പോകുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒരു സോപ്പ് വെള്ളത്തിൽ അതിൻ്റെ മോൾവശമൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ആ സ്റ്റീലിൻ്റെ സ്ക്രബ്ബറില്ലേ, അത് കഴിയുന്നത് ഉപയോഗിക്കാതിരിക്കുക. കാരണം അതിൻ്റെ ഒരു കമ്പിയുടെ ഇതൊക്കെ ഉണ്ട്, അതൊക്കെ കൊണ്ട് കയറിയിട്ട് അവിടെ എവിടേക്ക് കലയാവുകയാണ് ചെയ്യുക. അതുകൊണ്ട് കഴിയുന്നത് സോഫ്റ്റ് ആയതുകൊണ്ട് വൃത്തിയാക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. പിന്നെ ആ കമ്പി കൊണ്ട സ്ഥലത്തൊക്കെ അഴുക്ക് കയറി അതും നമുക്കൊരു നല്ല പണിയാവും. അപ്പം ഞാൻ ഇതുപോലെ സോഫ്റ്റായ സ്ക്രബ്ബർ വെച്ചിട്ടൊന്ന് വൃത്തിയാക്കി എടുത്തിട്ട് പിന്നെ നമ്മുടെ ബേക്കിംഗ് സോഡയും വിനാഗിരിയൊക്കെ ചേർത്ത വെള്ളം ചൂടുവെള്ളത്തിൽ തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണമയൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിക്കോളും, നല്ല ഗ്ലാസി ഫിനിഷ് ആയിക്കോളും. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ക്ലീനിങ് വീഡിയോസ് നിങ്ങൾ മിക്ക ആൾക്കാർക്ക് ഇഷ്ടമാണെന്ന് എനിക്കറിയാം കേട്ടോ. പക്ഷേ ക്ലീൻ ചെയ്യാൻ എനിക്ക് മടിയാണ്, അതാണ് സംഭവം. പിന്നെ ഒരു മൂഡ് തോന്നുമ്പോൾ അങ്ങ് ഇറങ്ങി ചെയ്യും കേട്ടോ. അപ്പോൾ ഇതേ അതിൻ്റെ മുകളിൽ മുഴുവനായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതേ നമ്മുടെ ഈ ഒരു സ്റ്റാൻഡില്ലേ, നമ്മൾ എത്ര പാത്രം കഴുകി വെക്കുവാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ വിടുന്ന ഒരു ഏരിയ ആണിത്. ഈ ഒരു സ്റ്റാൻഡിൻ്റെ കമ്പിയില്ലേ, ഈ കമ്പിയുടെ മുകളിൽ ഇങ്ങനെ ഒരു തരത്തിലുള്ള ഫംഗസ് ഉണ്ടാവും. അപ്പോൾ ആ ഫംഗസൊക്കെ ഞാൻ ഇതുപോലെ ഒന്ന് സ്ക്രബ്ബർ വെച്ച് തേച്ച് കഴുകി എടുക്കുകയാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മളിത് അഴിച്ചു കൊണ്ടുപോയി പുറത്ത് വെച്ച് നമ്മുടെ ബ്രഷ് ഇല്ലേ, പലതേക്കുന്ന പഴയ ബ്രഷൊക്കെ ഇട്ടിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ എനിക്കിപ്പോൾ അഴിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞാൻ തന്നെ ഫിറ്റ് ചെയ്യണം. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇവിടെ തന്നെ അങ്ങ് കഴുകി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ ഒന്ന് തേച്ചൊരച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. എനിക്കവിടെ മുഴുവനായിട്ട് തുടച്ച് വൃത്തിയാക്കേണ്ടതുകൊണ്ടാണ് ഞാനത് അയക്കാതെ അവിടെ നിന്ന് തന്നെ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ പൈപ്പും കാര്യങ്ങളും ആ ഒരു കൗണ്ടർ ടോപ്പും അതിൻ്റെ സിങ്കും കാര്യങ്ങളും എല്ലാം കൂടെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഈ സിങ്കും പൈപ്പും കാര്യങ്ങളൊക്കെ മിക്കവാറും ദിവസങ്ങളിൽ ചെയ്യുന്ന കാര്യമാണ് കേട്ടോ. എന്നിട്ട് ഇതേ എനിക്ക് അയക്കാൻ മടിയായതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ വെള്ളം ഒന്ന് തൂക്കി കൊടുത്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നത്. പിന്നെ ഇല്ലേ, നമ്മുടെ വർക്ക് ഏരിയയിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പം ചുറ്റിലും ഇതുപോലെ ഒരു റബ്ബർ മരങ്ങളുടെ ഏരിയ ആണ്. പിന്നെ അപ്പുറേ സൈഡിൽ ഇതുപോലെ കപ്പയൊക്കെ വെച്ചേക്കുന്നതാണ്. നല്ല കാറ്റും വെളിച്ചമൊക്കെ നല്ലതുപോലെ കിട്ടുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ ഒരു മുഷിപ്പില്ല. അല്ലെങ്കിൽ നമ്മൾ തൊട്ടടുത്ത വീടുകളും കാര്യങ്ങളൊക്കെ